ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഡിസംബർ 3 ട്യൂസ്ഡേയുടെ പൈൽ നമ്പർ 1ൻ്റെ എനർജി എന്താണ്? ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇമാജിനേഷൻ പവർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ചിട്ട് എന്ത് കരുതും, അത് വിചാരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു യുണീക്കായിട്ടുള്ള എനർജി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള എനർജി നിങ്ങൾ ഹൈഡ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങളെ പരിപാലിക്കാനായിട്ടും കുറച്ച് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ബ്ലോക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു ഫ്രീഡം കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ഒത്തിരി യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾ വിശ്വസിക്കാനായിട്ടും ആ ഒരു ഫെയ്ത്തിൻ്റെ എനർജിയിലിരിക്കാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. വേറെ എന്താ എനർജീസാണുള്ളത്? 3 ഓഫ് സോഡ്സിൻ്റെ എനർജി, ദ വേൾഡ്. കുറച്ച് പേർക്ക് ഇവിടെ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആൻസെസ്ട്രൽ പാറ്റേൺസ് നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു എൻഡിങ് ആയിരിക്കാം. ആ ഒരു പാറ്റേൺ, ആ ഒരു പ്രത്യേകമായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യണമെന്ന് വിചാരിച്ചേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ്, ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഹാർട്ട് സ്പേസിൽ ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഹാപ്പിനെസ്, നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ലൈറ്റ്, ഒത്തിരി പ്രൊട്ടക്റ്റീവ് എനർജിയിലിരിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ എനർജി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ എനർജീസിൽ ഹീലിംഗ് സംഭവിക്കുന്നതാണ്. റീബർത്തിൽ കൂടെ നിങ്ങൾ പോകുന്നതാണ്. യൂണിവേഴ്സിൻ്റെ ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫോക്കസിലായിരിക്കാം, നിങ്ങളുടെ ശ്രദ്ധ ചിതറിക്കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. എവിടെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഒത്തിരി അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച വിഷമങ്ങൾ, ഒത്തിരി ലോ വൈബ്രേഷനിലോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോയിട്ടുണ്ടാകാം. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ അതെന്നെ എങ്ങനെയാണ് സ്ട്രോങ് ആക്കി മാറ്റിയേക്കുന്നത്, അതും കുറച്ച് പേര് ഇവിടെ മനസ്സിലാക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി പുതിയ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡീപ്പായിട്ട്, ആഴത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട്, എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട്, ഡിസ്കവറി നടത്തുന്ന ആ ഒരു എനർജി, അതും ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒത്തിരി ഹീലിംഗ് ആണ്, ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുതിയ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ടാലൻസ് നിങ്ങൾ ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പുതിയ എനർജി, പുതിയ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ദിവസമായിട്ടും ഈ ഒരു സമയം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ വ്യക്തികൾ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനായിട്ടുള്ള ഒരു എനർജി കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്, ഡിസംബർ 3 ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പൈൽ നമ്പർ 2 ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. ഒത്തിരി സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ആത്മീയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി തടസ്സങ്ങൾ വരുന്നുണ്ട്, ഒത്തിരി ഡാർക്ക് ഫോഴ്സസ് വരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു പേടി, ഭയത്തിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നുണ്ടാകാം. അവിടെ ആ ഒരു തെറ്റിദ്ധാരണ, ആ ഒരു ഇല്യൂഷൻ മാറിയിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഡിവൈൻ യൂണിയൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള ഡിവൈൻ യൂണിയൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട്, സ്പിരിച്വൽ ടീമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, പൂർവികർ, അവർ നിങ്ങളെ ഒത്തിരി ബ്ലെസ് ചെയ്യുന്ന ഒരു സമയമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. വീലിൻ്റെ എനർജി. ഇവിടെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് എൻഡ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കാം. എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ എനർജിയിലോട്ട് കടക്കുന്ന ഒരു സമയമായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്കിത് ഹീലിംഗ് ആയിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ പീസ്, സമാധാനം, അത് കുറച്ച് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയം വന്നിട്ട്. കുറച്ച് പേർക്ക് പ്രോഗ്രസ് ആണ്, പുരോഗതി ഉണ്ടാകുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? ത്രീ ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ടെമ്പറൻസിൻ്റെ എനർജി. ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരുന്നിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട് വലിപ്പ ചെറുപ്പം, ആ ഒരു എനർജി കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആയിരിക്കാം. അതിൽ നിങ്ങൾ ഇത് ചെറിയ ബ്ലെസ്സിങ് ആണ്, ഇത് വലിയ ബ്ലെസ്സിങ് ആണ്, അങ്ങനെ നിങ്ങൾ വേർതിരിവ് കാണാതിരിക്കുക. എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സന്ദർഭങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതും ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം കുറച്ച് പേർക്ക്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.